നമ്മുടെ കൊച്ചിയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ബിരിയാണി ഷോപ്പുണ്ട്. എവിടെയാന്നല്ലേ? വാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയിച്ചും വരാം. നല്ല കലക്കം ബിരിയാണിയും കഴിക്കാം. നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് ദേ ഈ കുൽക്കിക്കടയുടെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ പറഞ്ഞ സ്റ്റേഡിയം ബിരിയാണി. ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 12 മണി വരെയാണ് ഇവിടുത്തെ വർക്കിംഗ് ടൈം. പക്ഷേ വെള്ളിയാഴ്ച മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ബക്കറ്റ് ബിരിയാണി ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. പിന്നെ ഇതേ നോക്കിയേ, നല്ല വൃത്തി മെനയുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. ഇവിടെ വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഒക്കെ നമ്മുടെ സ്റ്റേഡിയം ബിരിയാണി അവൈലബിൾ ആണ്. എന്നാ പിന്നെ തിരക്ക് കൂടുന്നതിന് മുമ്പ് നമുക്കങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. കഴിഞ്ഞ തവണ ആദ്യമായിട്ട് ഞങ്ങൾ വന്നപ്പോൾ ഹാഫ് ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത്. അതിൻ്റെ ഒരു കോൺഫിഡൻസിൽ ഇത്തവണ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ ഫുൾ ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു. അഖിൽ ബ്രോ ആദ്യം തന്നെ തുടങ്ങി. ഞാൻ ഈ ബിരിയാണിയുടെ നിറം മണക്കൊന്ന് ആസ്വദിക്കുകയായിരുന്നു. കൊള്ളാം, ഫസ്റ്റ് ഇംപ്രഷൻ പൊളിച്ചിട്ടുണ്ട്. ഇവിടെ ഫുൾ ബിരിയാണിക്കൊപ്പം മുട്ട കൂടി കൊടുക്കുന്നുണ്ട്. പലയിടത്തും പേര് മാത്രമേ ഉള്ളൂ, മുട്ടയൊന്നും കൊടുക്കാറില്ല. ഇത് ഇവരൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ചിക്കനൊക്കെ നല്ല സ്മൂത്തായിരുന്നു. അതുപോലെ റൈസൊക്കെ പാകത്തിനായിരുന്നു വെന്തിരുന്നത്. അത് കൊഴിഞ്ഞു പോവോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല കൂട്ടുകളായാലും ചേരുവകളായാലും അതൊക്കെ ഒരു പാകത്തിനായിരുന്നു. ഒന്നും അങ്ങോട്ട് മുഴച്ചു നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇവിടുന്ന് ബിരിയാണി കഴിക്കുമ്പോൾ ഒരു ഹോംലി ഫീൽ അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങൾ കൊച്ചിയിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ വഴി പോകുമ്പോഴോ, അതുമാത്രമല്ല നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയൊക്കെ കാണാൻ വരുമ്പോൾ ഉറപ്പായിട്ടും ഇവിടെ വന്ന് ഈ സ്റ്റേഡിയം ബിരിയാണി ട്രൈ ചെയ്യണം. കൊടുക്കുന്ന പൈസയ്ക്ക് 100% വർത്താണ് നമ്മുടെ ഈ സ്റ്റേഡിയം ബിരിയാണി. റൈസിനൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ചിക്കൻ പീസുകൾക്കൊന്നും ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ വയറ് നല്ലോണം നിറഞ്ഞു. നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ. സത്യമായിട്ടും നല്ല സ്വാദുള്ളത് തന്നെ ഞാൻ ആദ്യം കഴിച്ചു ചേർത്തു. തൂത്തു വടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ പരിചയത്തിലോ എവിടെയെങ്കിലും ഫങ്ഷൻസ് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവർ പാർട്ടി ഓർഡേഴ്സൊക്കെ ഏറ്റെടുക്കുന്നതാണ്. നല്ല രീതിയിൽ സെർവ് ചെയ്യും. 100% നല്ല കലക്കും ബിരിയാണി ആയിരിക്കും ഇവർ സെർവ് ചെയ്യുക. നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതൊന്നും തള്ളല്ല, സത്യമാണെന്ന്. ഫുഡ് അടിപൊളിയാണ്. ഞാനിവിടെ കുറേ കാലങ്ങളായിട്ട് ഇവിടെ നിന്ന് കഴിക്കുന്നതാണ്. ഞാൻ സ്റ്റേ ചെയ്തതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവർ സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ട് തന്നെ നമ്മുടെ സുഹൃത്താണ് സ്റ്റാർട്ട് ചെയ്തത്, മുനകർന്ന് പറഞ്ഞിട്ട്. അപ്പം ആ സമയം തൊട്ട് തന്നെ ഇവിടെ നിന്ന് കഴിക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഹോംലി ഫീലാണ് ഫുഡ്. ആക്ച്വലി ഇവരുടെ നാട് കണ്ണൂരാണ്. കണ്ണൂരിൽ അത് ഹോംലി ആ ഒരു ഫീൽ തന്നെയാണ് നമ്മുടെ ഈ കംപ്ലീറ്റ് ഐറ്റംസ്. ടോട്ടലി നല്ല ഫുഡ്. നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാനുള്ളൊരു ക്യാഷ് ആക്ച്വലി എനിക്കൊന്ന് കുറവാണെന്ന് തോന്നുന്നു കമ്പയർ ചെയ്യുമ്പോൾ. മീൻസ് ഒരു 110 ഫുൾ ബിരിയാണിക്ക് വരുന്നത്. ഹാഫ് വിത്ത് എഗ് ആണെങ്കിൽ 80 റുപ്പീസ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ മറ്റ് ഹോട്ടൽസ് നോക്കുകയാണെങ്കിൽ നല്ല ഹോംലി ഫീലുമാണ്. കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറച്ച് കുറവാണ് എനിക്ക് തോന്നിയത്. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ. ശരിക്കും വീട്ടിലുണ്ടാക്കിയൊരു ആ ഒരു ഫീലാണ്.